നുകമ്മിലു കമാഫിൽ മിസാലി എന്നുള്ള ഒരു വർക്കാണ്. ഉദാഹരണത്തിൽ ഉള്ളതുപോലെ പൂരിപ്പിക്കാനാണ്. മുകളിൽ അസമ അസമ അസമോ, അസമത്ത് അസമത്ത അസംന എന്നുണ്ട്. അതുപോലെ ഓരോന്നും പൂരിപ്പിക്കാനാണ്. ദഹബ എന്ന് കൊടുത്തിട്ടുണ്ട്, എളുപ്പമാണ്. ദഹബ ദഹബ ദഹബു, ദഹബത്ത് ദഹബത്ത ദഹബുന. ഈ സൊറഫ് ഇങ്ങനെ ഇതിന് സൊറഫാക്കുക എന്നാണ് പറയുക. ഈ സൊറഫാക്കാൻ കഴിയാതെ ഇരുന്നാൽ നമുക്ക് വലിയ ഒരു മാർക്ക് ലിസാനിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കുക. ജലസ കൊടുത്തിട്ടുണ്ട്, ജലസ ജലസ ജലസു, ജലസത്ത് ജലസത്ത ജലസ്ന. ഇനി കനസ കൊടുത്തിട്ടുണ്ട്, കനസ കനസ കനസു. കനസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാണ് വൃത്തിയാക്കി. കനസ രണ്ടാണ് വൃത്തിയാക്കി, കനസു ഒരുപാട് ആണുങ്ങൾ വൃത്തിയാക്കി, കനസത്ത് ഒരു സ്ത്രീ വൃത്തിയാക്കി, കനസത്ത രണ്ട് സ്ത്രീകൾ, കനസ്ന ഒരുപാട് സ്ത്രീകൾ. ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെ അർത്ഥം വരിക. തവല്ല ആ വുളൂ ചെയ്തു, തവല്ല ആ തവല്ല ഊ, തവല്ലഅത്ത് തവല്ലഅത്ത തവല്ലഇന. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇതിന് സൊറഫാക്കി പൂരിപ്പിക്കാനുള്ളത്. ഇത് പ്രത്യേകം പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് വാക്ക് വന്നാലും നമുക്കത് പൂരിപ്പിച്ച് എഴുതാൻ പറ്റും. ഇപ്പം ചക്ക എന്ന് പറഞ്ഞാലും നമുക്ക് സൊറഫാക്കാം. ചക്ക ചക്ക ചക്കു, ചക്കത്ത് ചക്കത്ത ചക്കിന. അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങനെ ആയത്തിൽ മനസ്സിലാക്കി പഠിച്ചതുകൊണ്ടാണ്. എല്ലാം മാങ്ങ മാങ്ങ മാങ്ങു, ഇങ്ങനെ എന്തും നിങ്ങൾക്ക് സൊറഫാക്കാൻ കഴിയും. ആ മോഡലുകൾ നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക. അടുത്ത വർക്കിലേക്ക് വരുമ്പോൾ നുക്കമ്മിലു ബിസിയാത്തിൽ മുനാസിബത്തി മിനൽ മുറബ്ബഇ. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ എടുത്തുകൊണ്ട് പൂരിപ്പിക്കാനാണ്. അതിൽ ഒന്നാമത്തെ നമുക്ക് വായിക്കാം. സാലിമുൻ ഡേഷ് അൽ ഖുർആന, സാലിം ഖുർആൻ. അപ്പോൾ സാലിം എന്നുള്ളത് ഒരാണാണ്, പിന്നെ ഒരാളാണ്. അപ്പോൾ ഒരു ആണിന് യോജിച്ചത് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. താവുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, കാരണം സാലിം പെണ്ണല്ല. പിന്നെ ഒരുപാട് ആളുകൾക്കുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, കാരണം സാലിം ഒരാളേ ഉള്ളൂ. രണ്ടാൾക്കുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, കാരണം സാലിം ഒരാളാണ്. അപ്പോൾ ആ നിലക്ക് നല്ലോണം ശ്രദ്ധിച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ സാലിമുൻ ഖറഅ, സാലിം ഓതി, അൽ ഖുർആന ഖുർആൻ ഓതി. രണ്ടാമത്തത് തോലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ. അപ്പോൾ രണ്ട് വിദ്യാർത്ഥികളോട് യോജിച്ചത്, വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ആണുങ്ങളാണല്ലോ, അപ്പോൾ രണ്ട് ആണുങ്ങൾക്ക് യോജിച്ചതാണ് തിരഞ്ഞെടുക്കേണ്ടത്. കതബ, അവർ രണ്ടുപേരും എഴുതി. അദ്ദറസ, പാഠം എഴുതി. മൂന്നാമത്തത് അൽ അത്ഫാലു, കുട്ടികൾ, അതും ആൺകുട്ടികളാണ്. അപ്പോൾ ആൺകുട്ടികൾക്ക് യോജിച്ചത് തിരഞ്ഞെടുക്കണം. മാത്രമല്ല അതിനോടൊപ്പം അത് ഒരുപാട് ആളുകളുടെ മേൽ അറിയിക്കുന്നതുമായിരിക്കണം. അക്കലു, അവർ കഴിച്ചു. അൽ അസ്മാറ, ഫലങ്ങളെ, ഫ്രൂട്ട്സ് കഴിച്ചു. അടുത്ത നാലാമത്തത് അൽ ബിന്തു, പെൺകുട്ടി. ഫതഹത്ത്, തുറന്നു. കാരണം ഫതഹത്ത് എന്ന് പറയാൻ കാരണം ബിന്ത് ഏതായതുകൊണ്ടാണ്? സ്ത്രീ ആയതുകൊണ്ടാണ്. ബാബൽ ബൈത്തി, വീടിൻ്റെ വാതിൽ. അൽ ഉഖ്താനി, രണ്ട് സഹോദരിമാർ. അപ്പോൾ രണ്ട് സഹോദരിമാർക്ക് രണ്ടാളെ മേൽ അറിയിക്കുന്നതും താ ഉള്ളതുമായിരിക്കണം. നസറത്ത, അവർ സഹായിച്ചു. ജദ്ദത്തുഹുമ, അവരുടെ വല്യമ്മയെ അവർ സഹായിച്ചു. ആറാമത്തത് അത്തോലിബാത്തു, വിദ്യാർത്ഥിനികൾ. അപ്പോൾ വിദ്യാർത്ഥിനികളാകുമ്പോൾ ഒരുപാട് സ്ത്രീകളുടെ മേൽ അറിയിക്കുന്ന പദമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജലസ്ന, അവർ ഇരുന്നു. അലൽ മഖഅദി, ബെഞ്ചിൻ്റെ മേലിൽ ഇരുന്നു എന്നതാണ്. അപ്പോൾ അതാണ് അടുത്ത വർക്കായിട്ട്. നെക്തുബുൽ മുലാരിയ. ഇനി കഴിഞ്ഞു പോയ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങളല്ലേ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ആ പദങ്ങൾക്കെല്ലാം നമ്മൾ ആദ്യ തുടക്ക പാഠത്തിൽ പഠിച്ച വരാനിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന മുലാരിൻ്റെ പദങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ അസമ നോക്ക്, നിങ്ങൾ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. തീരുമാനിച്ചു, തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞതാണ്. ഇനി എന്താണ്? യഅ്സിമു, തീരുമാനിക്കുന്നു അല്ലെങ്കിൽ തീരുമാനിക്കും. ആ അർത്ഥത്തിൽ വരുന്ന മുലാരി ഓരോന്നിനും എഴുതി കൊടുക്കുക. അതിൻ്റെ താഴെ നോക്കൂ. വസല, കഴുകി. അപ്പോൾ യഅ്സിലുവിൻ്റെ അർത്ഥം എന്താ വരിക? കഴുകുന്നു എന്നോ അല്ലെങ്കിൽ കഴുകും എന്നോ. ഒന്നെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഴുകുന്നു, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കഴുകും എന്നുള്ളത്. ദഹബ, പോയി. യദ്ഹബു, പോകുന്നു അല്ലെങ്കിൽ പോകും. കനസ, അടിച്ചുവാരി. യകുനുസു, അടിച്ചുവാരുന്നു അല്ലെങ്കിൽ അടിച്ചുവാരും. ജാഅ, വന്നു. യജീഉ, വരും അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു. ജലസ, ഇരുന്നു. യജിലിസു എന്നാണ് അതിൻ്റെ മുലാരി വരിക. ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും. സ്വനഅ, തയ്യാറാക്കി. യസ്നഉ, തയ്യാറാക്കുന്നു അല്ലെങ്കിൽ തയ്യാറാക്കും. ബദഅ, ആരംഭിച്ചു. യബ്ദഉ, ആരംഭിക്കുന്നു അല്ലെങ്കിൽ ആരംഭിക്കും.
സൊല്ല നിസ്കരിച്ചു, യുസല്ലി സൊല്ല യുസല്ല എന്നാണ് വരിക. നിസ്കരിച്ചു അല്ലെങ്കിൽ നിസ്കരിച്ചു എന്നുള്ളത് സൊല്ലയും യുസല്ല എന്നുള്ളത് നിസ്കരിക്കും അല്ലെങ്കിൽ നിസ്കരിക്കുന്നു, ഈ രൂപത്തിലാണ് അത് വരിക. അപ്പോൾ ഓരോ മാലിക്കും യോജിച്ച മുളാരി ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു വർക്ക് വന്നിട്ടുള്ളത് നുലാഹിദുൽ ജംഅ വൽ മുഫ്രദ, ഏകവചനവും ബഹുവചനവും ശ്രദ്ധിക്കാനാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഉദാഹരണം അയ്യാമുൻ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ എന്നാണ്. അതിൻ്റെ ഏകവചനം എന്താണ്? യൗമുൻ, ദിവസം. ആഴ്ല എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ എന്നാണ്. അതിൻ്റെ ഏകവചനം എന്താണ്? ഉളുവുൻ, അംഗം. ഇഖ്വത്ത് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരാണ്. അഹ്, സഹോദരൻ. ബുയൂത്ത്, വീടുകളാണ്. ബൈത്തുൻ, വീട്. അവാനിൻ, പാത്രങ്ങളാണ്. ഒരു പാത്രത്തിന് എന്താ പറയുക? ആനിയത്ത് എന്ന് പറയും. പിന്നെ ഉറുഫ് എന്ന് പറഞ്ഞാൽ റൂം എന്നാണ് മാറിയിട്ടുണ്ട്. റൂമുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു റൂമിന് എന്താ പറയുക? ഉറുഫത്തുൻ എന്നാണ് പറയുക, റൂം. ലാഹിലുൽ മുഫ്രദ വൽ ജംഅ, ഏകവചനവും ബഹുവചനവും ശ്രദ്ധിക്കുക. എല്ലാ പാഠത്തിലും ഇങ്ങനെ വരുന്നുണ്ട്. ഉറപ്പായും ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹാലുൻ എന്ന് പറഞ്ഞാൽ അവസ്ഥ, അഹ്വാലുൻ എന്ന് പറയുമ്പോൾ അവസ്ഥകൾ, ഇബ്നത്തുൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, ബനാത്തുൻ എന്ന് പറയുമ്പോഴോ പെൺകുട്ടികൾ, ഉമ്മുൻ ഒരു ഉമ്മയുള്ളൂ, ഉമ്മഹാത്തുൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉമ്മമാരുണ്ട്, മാതാക്കൾ, മാ ഉൻ വെള്ളമാണ്, മിയാ ഉൻ ശ്രദ്ധിക്കുക, മിയാ ഉൻ വെള്ളങ്ങൾ, ഒരുപാട് വെള്ളങ്ങൾ. അടുത്തത് നഖ്റഉ മിനൽ ഖുർആനി വ നുമയ്യിസു ഇലാ ഫിഅലിൻ വ ഇസ്മിൻ വ ഹറഫിൻ, നമുക്ക് ഖുർആൻ ഓതാം, അതിലെ ക്രിയകൾ, നാമങ്ങൾ, അക്ഷരങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കുകയും ചെയ്യാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഇതിൽ വന്നിരിക്കുന്ന നാമങ്ങൾ ഏതൊക്കെയാണ്? നസ്ർ, സഹായം എന്നുള്ളത് ഇസ്മാണ്, അള്ളാഹ് അറിയാം. ഫതഹ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നാസ് ജനങ്ങൾ, അഫ്വാജ അതുപോലെ തന്നെ ദീന് മതം, ഇതൊക്കെ നാമങ്ങളാണ്. എന്നാൽ ഫീല് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ജാഅ വന്നു, റഅയ്ത നീ കണ്ടു, യദ്ഖുലൂന പ്രവേശിക്കുന്നു. ഹർഫാണെങ്കിലോ അതും എളുപ്പമാണ്. ഇദാ, ഫി, വ. ഏകവചനവും ബഹുവചനവും ശ്രദ്ധിക്കുക. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ബഹുവചനമാകുമ്പോൾ അതിൽ ഒരുപാട് എണ്ണം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഉസ്താദുൻ ഒരു ഉസ്താദാണ്, ഒരു അധ്യാപകനാണ്. എന്നാൽ അസാത്തിദത്തുൻ എന്ന് പറയുമ്പോൾ അധ്യാപകന്മാർ, ഒരുപാട് അധ്യാപകന്മാരുണ്ടാകും. വറഖത്തുൻ പേപ്പറാണ്, ഔറാഖുൻ പേപ്പറുകൾ. തോലിബ് വിദ്യാർത്ഥി, തുല്ലാബുൻ വിദ്യാർത്ഥികൾ. തോലിബത്തുൻ വിദ്യാർത്ഥിനി, തോലിബാത്തുൻ വിദ്യാർത്ഥിനികൾ. സൊഫുൻ ക്ലാസ്, സുഫൂഫുൻ ക്ലാസുകൾ. വാജിബ് നിർബന്ധം, വാജിബാത്തുൻ നിർബന്ധങ്ങൾ. സനത്തുൻ വർഷം, സനവാത്തുൻ വർഷങ്ങൾ. ദർസ് പാഠം, ദുറൂസ് പാഠങ്ങൾ.